സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ളവരെ, ഗുരുകുലത്തിൻ്റെ കൂടിയാട്ട മഹോത്സവവും കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലി ആഘോഷവും അതിൻ്റെ ഏറ്റവും സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്കല്ല, മലയാളികൾക്കല്ല, എല്ലാവർക്കും തന്നെ, കല ആസ്വദിക്കുന്നവർ, പാട്ട് കേൾക്കുന്നവർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടയിൽ നമ്മുടെ നാട്ടുകാരനും കൂടിയായ ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ നമ്മെ വിട്ടുപോയ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരു അനുശോചന യോഗമൊന്നും നമ്മൾ ഇപ്പം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം മറ്റ് ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കഥകളി ക്ലബിൻ്റെയും ഗുരുകുലത്തിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തി ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഇന്നത്തെ ചടങ്ങ് നടത്താം. പ്രിയപ്പെട്ടവരെ, സുവർണ ജൂബിലി പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. ഇരിങ്ങാലക്കുട കഥകളി ക്ലബിന് ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട്, നാടിൻ്റെയും സംസ്കൃതിയുടെയും ഭാഗത്തു നിന്നുകൊണ്ട് 16 ദിവസങ്ങളിലായി സുവർണത്തിൻ്റെ സമാപന പരിപാടികളുടെ ആഘോഷം ഇല്ലെങ്കിൽ ഉള്ളടക്കം ക്രമീകരിക്കുകയും അതനുസരിച്ച് ഗുരുകുലത്തിൻ്റെ സഹകരണത്തോടുകൂടി 14 ദിവസം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിപാടികൾ ഇവിടെ നടത്തുവാൻ സാധിച്ചു. ഗുരുകുലത്തിൻ്റെ ഒരു സഹകരണം ക്ലബിന് മറക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, രംഗകലകളുടെ ആ ഒരു പാരസ്പര്യം, പൊരുത്തം, ആ ഉള്ളറിഞ്ഞ് ആസ്വാദന തലത്തിലായാലും സംഘാടന തലത്തിലായാലും അവരുടെ ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കാൻ സാധിച്ചു. നളകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രഭാഷണ പരമ്പരയും ഒപ്പം തന്നെ പുതിയ രംഗനിർമ്മിതികളും നടത്താൻ സാധിക്കുന്നു. അതിൽ കൂടിയാട്ട സംബന്ധമായും ചാക്യാർ കൂത്തായും നങ്ങ്യാർ കൂത്തായും പുതിയ രംഗാവതരണങ്ങൾ ഈ ഒരു വേദിയിൽ തുടങ്ങാൻ സാധിച്ചു. ഇതെല്ലാം സാധിച്ചത് ഗുരുകുലത്തിൻ്റെ കലാകാരന്മാരുടെയും സ്ഥാപനത്തിൻ്റെയും സഹകരണത്തോടു കൂടി മാത്രമാണ്. ആ ഒരു ചാരിതാർത്ഥ്യം, നന്ദി ഈ ഒരു അവസരത്തിൽ വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർക്കുകയാണ്. അവരോട് എന്തെന്നില്ലാത്ത സ്നേഹവും സന്തോഷവും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക എന്ന വിഷയത്തെ അധികരിച്ച് പല ഇതിവൃത്തങ്ങളിൽ അധികരിച്ചിട്ടുള്ള പ്രഭാഷണങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചകൾ ആയി ഇവിടെ നടന്നു വരുന്നു. നൃത്തകലകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രഭാഷണമാണ് ഇന്ന് അരങ്ങേറുന്നത്. കലാപരമേശ്വരൻ എന്ന ഒറ്റ നാമധേയത്തിൽ ഇരിങ്ങാലക്കുടയുടെ നൃത്തത്തിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു നർത്തകി, അനവധി ശിഷ്യരും മനു മാസ്റ്റർ പോലുള്ള
വലിയൊരു നർത്തകൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഭരത് വിദ്യുത് മണ്ഡൽ എന്ന പേരിൽ വർഷങ്ങളായി ഇവിടെ നൃത്തവിദ്യാലയം നടത്തിവരുന്ന കലാപരമേശ്വരനാണ്. ഇത്രയധികം വിദ്യാർത്ഥിനികളെ വാർത്തെടുക്കാൻ സാധിച്ച ആ ഒരു നർത്തകിക്ക് ഇരിങ്ങാലക്കുടയുടെ സംഗമഗ്രാമത്തിൻ്റെ നൃത്തകലയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം എന്തായാലും നമുക്ക് കൂടുതൽ അടുത്തറിയുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സാദരം ആ ഒരു പ്രഭാഷണത്തിനായിട്ട് കലാപരമേശ്വരനെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രഭാഷണത്തിന് മുമ്പായി ഉണ്ണായിവാരുടെ സങ്കല്പ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിക്കുകയാണ്. അതിലേക്ക് കുട്ടിച്ചാക്യാരെ സാദരം ക്ഷണിക്കുന്നു. ഓം ശ്രീം ഗുരുഭ്യോ നമഃ. സംഗമ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക എന്ന ആ പേര് തന്നെ വളരെ ഉചിതമായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രഭാഷണം നടത്തുന്നതിനുള്ള ഒരു ധൈര്യമൊന്നും എനിക്കില്ല. പക്ഷേ രമേശൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പം ഞാനത് ഒരു ദൗത്യമായി ഏറ്റെടുക്കുക തന്നെ ചെയ്തു. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കൈയും കാലൊക്കെ നല്ല വിറയലുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണം. മാധവ നാട്യഭൂമി, പത്മശ്രീ മാധവ ചാക്യാരുടെ ഈ പാദങ്ങൾ പതിഞ്ഞിട്ടുള്ള ഈ ഭൂമിയിൽ ഈ നിലയിൽ നിൽക്കാൻ തന്നെ ഒരു സംഗമേശൻ്റെ ഒരു കടാക്ഷം ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ ഭൂമിയിലേക്ക്, മാധവനാട്യ ഭൂമിയിലേക്ക് ഞാൻ കാലുകുത്തുന്നത് തന്നെ ഗുരു നിർമ്മല പണിക്കരുടെ കീഴിൽ മോഹിനിയാട്ടം അഭ്യസിക്കുന്ന കാലത്താണ്. അതായത് ഒരു 89-90 കാലഘട്ടങ്ങളിൽ. അതേ സമയത്ത് തന്നെ ഉഷാ നങ്ങ്യാർ, ഞാൻ ഉഷേച്ചീനെ വിളിക്കുള്ളൂ, അതെന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും ഒരു സഹോദരി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഉഷ ചേച്ചി ഇവിടെ ആ ടൈം തന്നെ ഉഷ ചേച്ചി ഇവിടെ ചാക്യാരാശാൻ്റെ അടുത്ത് നങ്ങ്യാർകൂത്ത് അഭ്യസിക്കുന്ന കാലത്തായിരുന്നു ഇത് രണ്ടും നടന്നിരുന്നത്. അപ്പം ഞാൻ ഉഷ ചേച്ചിയെ പരിചയപ്പെടലും ആ സമയത്തായിരുന്നു. ഞങ്ങൾ വളരെ അടുപ്പത്തിലായി. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ് മൂത്ത മകൾ ഉള്ള സമയത്ത് രജനീഷ് നമ്പീശിൻ്റെ വീടിൻ്റെ ബാക്കിലായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അപ്പോൾ അതിലേ ഇങ്ങനെ കടന്നിട്ടാണ് ഞാൻ ഇതിലേ വന്നിരുന്നത്. ഈ വഴി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് നൃത്ത ക്ലാസ്സിലേക്ക് പോയിരുന്നത്. അപ്പോൾ ഉഷേച്ചി എന്നെ ഇവിടെ കാത്തു നിൽക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, അതും കൂടിയാട്ടവും നങ്ങ്യാർകൂത്തും മോഹിനിയാട്ടവും ഒക്കെ തമ്മിലുള്ള ആ വിഷയങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴെല്ലാം ചാക്യാരാശാൻ ഇവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു. അതിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങളിങ്ങനെ പോവുക. അപ്പോൾ ചാക്യാരാശാൻ ഇവിടെ തൊഴുത്തിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഉടനടി ഞങ്ങളെ കണ്ട് അവിടെ നിന്ന് കുറേ വർത്തമാനങ്ങൾ ഈ കലയെക്കുറിച്ചിട്ടൊക്കെ കുറേ വിശേഷങ്ങൾ സംസാരിക്കും. പിന്നെ അച്ഛനായിട്ടും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. ചുട്ടി കുത്തിയിരുന്നതൊക്കെ ചാക്യാരാശാൻ്റെ മുഖത്ത് ചുട്ടി കുത്തുന്നത് അച്ഛനായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു അടുപ്പം അന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ബന്ധം, ഈ ഭൂമിയായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ആ ചാക്യാരാശാൻ്റെ പാദങ്ങളിൽ
നമസ്കരിച്ചുകൊണ്ടും ഇന്നലെ അന്തരിച്ച നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് സ്വന്തം എന്ന് അഭിമാനിക്കാവുന്ന ഭാവഗായകൻ ടി ജയചന്ദ്രൻ സാറിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും എൻ്റെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് തന്നിട്ടുള്ള വിഷയം നൃത്തകലകൾ, ഇരിങ്ങാലക്കുടയിലെ നൃത്തകലകൾ. ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം ഓർക്കാവുന്ന ഒരു മോഹിനിയാട്ട ചരിത്രമുണ്ട്. ഏതാണ്ട് ഒരു 150 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയാം. നടവരമ്പ് മാതൃപ്പള്ളി കല്യാണിക്കുട്ടിയമ്മ, കൊച്ചി സർവാധികാരിയുടെ മകളായ കല്യാണിക്കുട്ടിയമ്മ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആയില്യം തിരുനാളിൻ്റെ ഭാര്യയായതോടെ നാഗർകോവിൽ അമ്മച്ചി പനപ്പിള്ളൈ അമ്മ ശ്രീമതി ലക്ഷ്മി പിള്ളൈ കല്യാണിക്കുട്ടി പിള്ളൈ അമ്മച്ചിയായി മാറി. മോഹിനിയാട്ടത്തിനു വേണ്ടി അനവധി കൃതികൾ അവർ രചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതൊരു അടയാളമായി നമുക്ക് ഇവിടെ ആരും പറയുന്നതോ കേട്ടുകേൾവിയോ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവാണിത്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷമായിരിക്കണം 50കളിലൊക്കെ ഇവിടെ ഒരു വിജയഭാനു, ഉദയഭാനു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗുരുക്കന്മാർ വന്ന് ഡാൻസ് അഭ്യസിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. അതും എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. പിന്നീട് വന്നിട്ടുള്ള ഗുരു ഷാഡോ ഗോപിനാഥ്, തൃപ്പൂണിത്തുറക്കാരനായ ഗോപിനാഥൻ മാഷ് 60-70 കാലഘട്ടങ്ങളിൽ ഇരിങ്ങാലക്കുടയിൽ നൃത്ത ക്ലാസുകൾ നടത്തിയിരുന്നു. മാഷുടെ പ്രധാന ശിഷ്യയായ കൊറോളിലെ ശാന്താരാമൻ, അതായത് ഇന്ന് ഫിലിം സ്റ്റാർ അമ്മയുടെ പ്രധാന അധികാരിയായിട്ടുള്ള ഇടവേള ബാബുവിൻ്റെ അമ്മ, കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ സത്രമൂട്ടുപുരയിൽ വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് നടത്തിയിരുന്നു. മാഷ് ഇടയ്ക്കൊക്കെ അവിടെ പഠിപ്പിക്കുവാൻ വന്നിരുന്നു. മാഷുടെ അഭാവത്തിൽ ആ ക്ലാസുകൾ തുടർന്നു കൊണ്ടുപോയിരുന്നത് ശാന്ത ടീച്ചറാണ്. ശാന്ത ടീച്ചർ മൂത്ത മകനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗോപിനാഥൻ മാഷുടെ ശിഷ്യയായ പാർവതി ടീച്ചറെ ഏൽപ്പിച്ചു. തൃപ്പൂണിത്തുറക്കാരിയായിരുന്ന ടീച്ചർ അങ്ങനെ ഇവിടെ താമസമായി തൃപ്പൂണിത്തുറ RLV കോളേജിലെ 5 വർഷത്തെ നൃത്ത പഠനം പൂർത്തിയാക്കി. പിന്നീട് വിവാഹശേഷം ഇരിങ്ങാലക്കുടയിൽ കുടുംബസമേതം സ്ഥിര താമസമാക്കി. ടീച്ചറുടെ മകൾ ഗീത നല്ലൊരു നർത്തകി കൂടിയാണ്. വീട്ടിൽ നിന്നും വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്തതുകൊണ്ട് ടീച്ചറുടെ ക്ലാസുകൾ നിന്നുപോയി. ശാന്ത ടീച്ചർ വീട്ടിലും ക്ലാസ് തുടർന്നു കൊണ്ടുപോയിരുന്നു. ശാന്ത ടീച്ചറും ഗോപിനാഥൻ മാഷും കുറച്ചു കാലം ക്ലാസുകൾ തുടർന്നു കൊണ്ടുപോയി. ഗോപിനാഥൻ മാഷിന് ഷാഡോ ഗോപിനാഥ് എന്ന് പേര് വരുവാൻ കാരണം ഷാഡോ നൃത്തം, അതായത് കർട്ടൻ കെട്ടി അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നത്. അതിൽ പ്രധാനം ആമ്പലും അമ്പിളിയും. അതിൽ ആമ്പലായി പാർവതി ടീച്ചറും അമ്പിളിയായി ഗോപിനാഥൻ മാഷുമാണ് നൃത്തം ചെയ്യാറുള്ളത്. സ്വപ്നമേ നീ പോകരുതേ എന്ന വരികളിൽ തുടങ്ങുന്ന ഒരു ഗാനമായിരുന്നു അന്ന് ഈ നൃത്തത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ആ നൃത്തത്തിനുണ്ടായിരുന്നത്, ഒരിക്കൽ ഈ നൃത്തം ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു വിശിഷ്ട വ്യക്തി ആരെന്ന് എൻ്റെ അന്വേഷണത്തിൽ ആർക്കും പേര് പറയാൻ കിട്ടുന്നില്ല. നൽകിയ പേരാണ് ഷാഡോ ഗോപിനാഥ്. വൈക്കം ചന്ദ്രമാഷാണ് അന്ന് ഷാഡോ ഗോപിനാഥിന് പാടിയിരുന്നത്. മാഷിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങളായിരുന്നു മയൂര നൃത്തം, ഗീതോപദേശം എന്നിങ്ങനെ. പനമ്പള്ളി രാഘവ മേനോന്റെ മകൾ പത്മജ, തറയിലെ സുധ, രാജലക്ഷ്മി, അമ്മുക്കുട്ടി ശാരസ്യരുടെ ചേച്ചിയുടെ മകൾ സതി, ഉഷ, തുരുത്തിയിൽ മാധവമേനോന്റെ മകൾ ശോഭ, ഇവരൊക്കെ പ്രധാന ശിഷ്യരിൽപ്പെട്ടവരാണ്. പിന്നീട് മാഷുടെ ക്ലാസുകൾ ശാന്ത ടീച്ചർ തുടർന്നു കൊണ്ടുപോയി.
നിരവധി കുട്ടികളെ യുവജനോത്സവ വേദികളിലും മറ്റു നൃത്ത പരിപാടികൾക്കും ടീച്ചർ പാകപ്പെടുത്തിയിട്ടുണ്ട്. ഷാഡോ ഗോപിനാഥ് യഥാർത്ഥത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഭരതനാട്യമല്ല കറക്റ്റായിട്ട് പഠിപ്പിച്ചിരുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഭരതനാട്യം പഠിപ്പിച്ചിരുന്നു, എങ്കിൽ കൂടിയും ചെറിയ ചെറിയ പാട്ടുകൾ എടുത്തുകൊണ്ട് അതിനു വേണ്ടി ഉതകുന്ന രീതിയിലുള്ള സ്റ്റെപ്സുകളും അഭിനയ രീതികളൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പല കുട്ടികളെയും യുവജനോത്സവ വേദികളിലേക്ക് നാടോടി നൃത്തം പഠിപ്പിച്ച് അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഷാഡോ ഗോപിനാഥിൻ്റെ ക്ലാസ്സുകൾ അങ്ങനെ ഇവിടെ ശാരദ ടീച്ചർ തുടർന്നു കൊണ്ടുപോയി. പിന്നീട് ആ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കണം നട്ടുവം പരമശിവൻ മാഷ് ഇരിങ്ങാലക്കുടയിൽ ക്ലാസ് തുടങ്ങിയത്. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെ 50, 55, 60 ആ കാലഘട്ടത്തിൽ തന്നെ മാഷും ഇവിടെ എത്തുന്നത്. മാഷും തൃപ്പൂണിത്തുറക്കാരനായിരുന്നു. പഴയ മെട്രോ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നതിൻ്റെ പിന്നിൽ സംഗീത കലാപോഷണി സഭ നിലനിന്നിരുന്നു. അവിടെ നൃത്ത ക്ലാസുകൾ ആരംഭിച്ചു. മാഷിന് മുൻപ് ചേന്നമംഗലത്ത് നിന്ന് മാഷിന്റെ തന്നെ ശിഷ്യയായ അംബുജം ടീച്ചർ നൃത്തം പഠിപ്പിക്കുവാൻ വന്നിരുന്നു. പിന്നീടാണ് മാഷ് വന്നത്. അവിടെ കുറച്ചുകാലം മാഷിന്റെ കുടുംബമായി താമസിച്ചുകൊണ്ട് ക്ലാസുകൾ നടത്തിയിരുന്നു. മാഷിന്റെ ജ്യേഷ്ഠൻ നല്ലൊരു തുള്ളൽ കലാകാരനായിരുന്നു. ഇളയ സഹോദരൻ നന്നായി മൃദംഗവും കൈകാര്യം ചെയ്തിരുന്നു. അവിടെ നിന്ന് താമസം പിന്നെ കളത്തുംപടി ദുർഗാക്ഷേത്രത്തിനടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി. ആ സ്ഥാപനത്തിനെ കലാലയം എന്നാണ് പറഞ്ഞിരുന്നത്. മാഷ് തഞ്ചാവൂർ ബാണിയാണ് പ്രയോഗിച്ചിരുന്നത്. ഗുരു ലക്ഷ്മികാന്ത്, ഗുരു കണ്വസ്വാമി എന്നിവരുടെ കീഴിൽ ഭരതനാട്യം ഉപരിപഠനം നടത്തി. ഭരതനാട്യത്തിൽ ധാരാളം ഇനങ്ങൾ ചിട്ടപ്പെടുത്തി. ധാരാളം നൃത്ത ബാലകൾ ചിട്ടപ്പെടുത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ശാകുന്തളം, ശ്രീകൃഷ്ണലീല, സീതാ സ്വയംവരം. ശാകുന്തളത്തിൽ തന്നെ അച്ഛനും മകളും എന്നുള്ളൊരു ഭാഗം എടുത്തുകൊണ്ട് ഒരു നൃത്ത ശില്പം ചെയ്തിരുന്നു മാഷ്. അതിൽ നമ്മുടെ അന്നൊക്കെ മാഷ് ഇവിടെ കളത്തുംപടി ദുർഗാക്ഷേത്രത്തിലെ ക്ലാസ് തുടങ്ങിയ സമയത്ത് കലാനിലയത്തിലെ ആശാന്മാരും എല്ലാവരും ഒരു കുടുംബം പോലെ അവിടെ കഴിഞ്ഞിരുന്നു എന്നാണ് അറിഞ്ഞത്. മാഷിന്റെ വീട്ടിൽ തന്നെ അവിടെ തന്നെ ഉണ്ടുമുറങ്ങിയും ഈ കലയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ജീവിച്ചു പോന്നിരുന്നു എന്നാണ് പറയണ കേട്ടിട്ടുള്ളത്. അതിൽ ഈ നൃത്ത ശില്പത്തിൽ കണ്വ മഹർഷിയായിട്ട് രാഘവനാശാനും വിശ്വാമിത്രനായി കുട്ടനാശാൻ, ദുഷ്യന്തനായിട്ട് കലാനിലയം ഗോപാലകൃഷ്ണാശാൻ, ശകുന്തളയായി സംവിധായകന്റെ സഹോദരി വിജയകുമാരി എന്നിവരൊക്കെയാണ് അതിൽ പങ്കെടുത്തിരുന്നത്. അതിൽ അച്ഛനും നല്ലൊരു ഭാഗം ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടിയിരുന്നു എന്നാണ് അറിവ്. അച്ഛൻ കൂടുതലും ചമയത്തിൻ്റെ ഭാഗത്തിലേക്കായിരുന്നു എന്നാണ് അറിവ്. അന്നൊക്കെ ഡി-സോൺ, ഇൻട്രസോൺ മത്സരങ്ങൾക്ക് ഗ്രൂപ്പ് ഡാൻസിന് സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് കുട്ടികളെ അഭ്യസിപ്പിച്ചു കൊണ്ടുപോവുകയും 1ാം സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ തലത്തിലും യുവജനോത്സവ വേദികളിലേക്ക് ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലെ കുട്ടികളെയും അഭ്യസിപ്പിച്ച് 1ാം സമ്മാനം ലഭിച്ചിട്ടുണ്ട്. നടുവളപ്പിൽ ഷീല, രാഘവമേനന്റെ മകൾ ശ്യാമള, സംവിധായകൻ മോഹന്റെ സഹോദരി വിജയകുമാരി, വസന്ത, മീനാക്ഷി തമ്പാന്റെ അനുജത്തി ഹേമ, പ്രേമ ബാലകൃഷ്ണൻ എന്നിവർ മാഷുടെ പ്രധാന ശിഷ്യരിൽപ്പെടുന്നു. അന്ന് ബാലയ്ക്ക് പാടിയിരുന്നത് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഹാർമോണിയം വായിച്ചിരുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നൊരു വിശ്വം മാഷ് വന്നിരുന്നു. വിദ്യാധരൻ മാഷ് പാടിയിരുന്ന അതേ സമയത്ത് തന്നെ തൃശ്ശൂരിൽ നിന്നൊരു സെബാസ്റ്റ്യൻ മാഷും വന്ന് മാഷിന്റെ കൂടെ പാടാനുണ്ടായിരുന്നു എന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് മാഷ് ഇവിടെ നിന്ന് കുറച്ചു കാലം അങ്ങനെ തുടർന്നു പോയി. പിന്നീട് മാഷ് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറുകയുണ്ടായത്. മാഷിന്റെ കുടുംബം നല്ലൊരു കലാകുടുംബമാണ്. രണ്ട് പെൺമക്കള് നല്ല അസൽ കർണാട്ടിക് മ്യൂസീഷ്യന്മാരാണ്. മകൻ ഉദയശങ്കർ
നല്ല മൃദംഗിസ്റ്റാണ്. എൻ്റെ ഒരു നൃത്ത പരിപാടിക്ക് ഉദയശങ്കർ, ഞങ്ങൾ ഉണ്ണി എന്നാണ് വിളിക്കുക, ഉണ്ണി മൃദംഗം വായിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ രാജശില്പി, പിന്നെ കമലദളം, പാദമുദ്ര എന്നീ സിനിമകളിലൊക്കെ നൃത്തം അഭ്യസിപ്പിക്കുകയുണ്ടായി എന്ന് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഗുരു മനോജ് മാഷാണ് പിന്നെ നൃത്തകലയിൽ, അതായത് ഭരതനാട്യത്തിൽ പ്രഗത്ഭനായി ഇവിടെ ഉണ്ടായിരുന്നത്. മാഷയെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതലും, മാഷയെക്കുറിച്ചും നിർമ്മല ടീച്ചറെ കുറിച്ചിട്ടാണ് എനിക്ക് ചിലപ്പോൾ കൂടുതൽ പറയാനുണ്ടായിരിക്കുക. അവരെ ഞാൻ അടുത്ത് അറിഞ്ഞ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മനാഫ് എന്നാണ് യഥാർത്ഥ പേര്. പിന്നീട് മനോജ് എന്ന് വിളിച്ചു. ഞങ്ങളൊക്കെ മനോജ് മാഷ് എന്ന് പറഞ്ഞാലാണ് ഇവിടെ എല്ലാവർക്കും, അതായത് ഇരിങ്ങാലക്കുടയിൽ തന്നെയല്ല, കൊടുങ്ങല്ലൂരും ഒക്കെ തന്നെയും മനോജ് മാഷ് എന്ന് പറഞ്ഞാലാണ് കൂടുതൽ പേർ അറിയുക. ഇപ്പോൾ മനുമാഷ് എന്നാണ് അറിയപ്പെടുന്നത്. 78-79 കാലഘട്ടത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ വന്നു. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം സ്വദേശിയാണ്. രാഘവനാശാന്റെ കീഴിൽ കഥകളി പഠിക്കുവാനാണ് ഇരിങ്ങാലക്കുടയിൽ എത്തുന്നത്. മദ്രാസിൽ പത്മശ്രീ ചിത്ര വിശ്വേശ്വരൻ്റെ കീഴിൽ ഭരതനാട്യം അഭ്യസിച്ചിട്ടുണ്ടെന്നും ഇവിടെ ഒരു നൃത്ത ക്ലാസ് ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ആശാന്റെ മക്കൾ ജയശ്രീ, ജയന്തി, പിന്നെ ഞാൻ, അതായത് കലാനിലയത്തിലെ ആശാമാർക്ക് എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു നൃത്ത ക്ലാസ് തുടങ്ങാനുള്ള കുട്ടികൾ അന്ന് തന്നെ മാഷിക്ക് ഉണ്ടായിരുന്നു. ജയന്തി എന്നിവരാണ്. ഊരകത്ത് നിന്ന് ഉമാശങ്കർ, സുമ, മഞ്ജു, ഞങ്ങളെല്ലാവരെയും ചേർത്ത് മാഷ് ഒരു ക്ലാസ് തുടങ്ങി. പിന്നീട് നമ്മുടെ രമേശൻ നമ്പീശൻ്റെ പട്ടത്ത് വീട്ടിൽ രമേശൻ്റെ സഹോദരി രജനി, രാജേഷ് തമ്പാൻ്റെ സഹോദരി മീര, പുത്തിലത്തെ മേൽശാന്തി നീലകണ്ഠൻ തിരുമേനിയുടെ ജ്യേഷ്ഠൻ്റെ മകൾ മിനി, ക്രൈസ്റ്റ് കോളേജിലെ കെമിസ്ട്രി വിഭാഗം പ്രൊഫസറായിരുന്ന ശങ്കര മേനോൻ തോന്നുന്നു, ശിവശങ്കര മേനോൻ, അദ്ദേഹത്തിൻ്റെ മകൾ സിന്ധു, പ്രിയ, എൻ്റെ ഓർമ്മയിൽ. അവരൊക്കെ ഈ കാലഘട്ടത്തിൽ തന്നെ മാഷ് ഇരിങ്ങാലക്കുടയിൽ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ശിഷ്യകളാണ് മാഷിൻ്റെ. ഞങ്ങൾ ഒരുമിച്ച് ധാരാളം രജനിയും മീരയും മിനിയും എല്ലാവരും ഞങ്ങൾ ധാരാളം പ്രോഗ്രാംസ് മാഷിൻ്റെ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ കഥകളി ക്ലബിൻ്റെ ഭാരവാഹിയായിരുന്ന വെട്ടിക്കര രാധാകൃഷ്ണൻ സാറിൻ്റെ മകൾ ശ്രീരേഖ, സിനിമ ആർട്ടിസ്റ്റ് മായ മേനോൻ, ഫോട്ടോഗ്രാഫർ ബാബു ചേട്ടൻ്റെ മകൾ ധന്യ, പുരുഷ നൃത്ത വിഭാഗത്തിൽ പറയുകയാണെങ്കിൽ പ്രേം മേനോൻ ഇപ്പോൾ ദുബായിൽ നല്ലൊരു നർത്തകനും നൃത്താധ്യാപകനായിട്ടും തുടർന്നു പോണു. ബാലൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരൊക്കെയാണ് മാഷ ശിഷ്യരുണ്ടായിരുന്നത്. മാഷ് തഞ്ചാവൂർ ബാണിയും മൈസൂർ ബാണിയും ചേർത്തിണക്കിയാണ് പഠിപ്പിച്ചിരുന്നത്. 90 വരെയൊക്കെ ഇരിങ്ങാലക്കുടയിൽ ക്ലാസ് എടുത്തിരുന്നു. അതിനുശേഷം ഭോപ്പാലിൽ ക്ലാസ് തുടങ്ങി. ഇപ്പോൾ എറണാകുളത്ത് സജീവമായി നൃത്ത ക്ലാസുകൾ നടത്തി വരുന്നു. മാഷ് കരണങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അംഗശുദ്ധി അത് മാഷ് ക്ലാസ് എടുക്കും. മാഷിൻ്റെ ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാവും. അടവുകൾ ചെയ്യുമ്പോഴും ഓരോ അടവിനും ഇത്ര ആകാര കണക്ക്, കൈയുടെ കണക്ക്, കാലിൻ്റെ കണക്ക്, കാലെങ്ങനെ വെക്കണം, ഇത്ര അടി അകലത്തിൽ, ഇത്ര അകലത്തിൽ കാല് വെക്കണം, ഇത്ര അകലത്തിൽ കൈ പിടിക്കണം, അല്ലെങ്കിൽ ഇത്ര കയ്യിൽ
ഡോളഹസ്തം ഇടണം. ഇങ്ങനെ ഓരോരോ പോയിൻ്റായിട്ട് അതും ഓരോരുത്തരുടെയും ശരീരപ്രകൃതമനുസരിച്ച് ഈ പോസുകളെ മാഷൊക്കെ പഠിപ്പിക്കാൻ അറിയും. അത്രയും കഴിവുള്ള ജ്ഞാനിയുള്ള ഒരു ഗുരുവായിരുന്നു. പിന്നെ വടിവൊത്ത മുദ്രകളുടെ പ്രയോഗം, അടവുകളുടെ ശുദ്ധത, എത്ര അടവ് ഒരു തട്ടടവ് ചെയ്യുകയാണെങ്കിലും മാഷ് ഒരു മണിക്കൂറൊക്കെ ഞങ്ങളെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. തട്ടടവാവട്ടെ നാട്ടടവാവട്ടെ എന്തും ഇങ്ങനെ കുറേ സമയം ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു കാലം ഞങ്ങൾ ചെയ്യാതിരുന്നാലും പിന്നീട് ചെയ്യണമെന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു അഭ്യസനത്തിലൂടെയാണ്. നിമിഷ നേരം കൊണ്ടാണ് മാഷ് ഞങ്ങളോട് ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കാൻ പറയും. നിമിഷ നേരം കൊണ്ടാണ് മാഷ് കോർവൈകൾ ഉണ്ടാക്കുന്നത്. കണക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് കണക്കിൽ ഒരു കണക്കായിരുന്നു, എല്ലാവരുമല്ല. പക്ഷെ കണക്കിട്ട് വരുമ്പോഴത്തേനും മാഷിൻ്റെ കോർവ ഇവിടെ തീർന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ജതികളും അതേപോലെ തന്നെ മാഷ് നിമിഷ നേരം കൊണ്ട് ഞങ്ങൾക്കൊക്കെ വളരെ അത്ഭുതമായിട്ടുണ്ട്. ഞാനും മിനിയും രജനിയും ഒക്കെ എന്താ പറയുക സ്തംഭിച്ചിരുന്നിട്ടുള്ള ഒരു അവസ്ഥ ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മാഷ അടുത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ കാല് കൂട്ടി എന്താ പറയുക വിറയ്ക്കും. ഞങ്ങളിപ്പോഴും മാഷിൻ്റെ ഒപ്പം ഇരിക്കുമോ ഒന്നും ചെയ്യില്ല. വർത്താനം പറയാൻ തന്നെ ഞങ്ങൾക്കൊരു ഭയമാണ് മാഷിൻ്റെ അടുത്ത്. ഇപ്പോഴും മോളെ എന്നേ വിളിക്കുള്ളൂ, നിലത്തെ ഇരിക്കുള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയാം ഒപ്പം ഇരിക്കൂ. എന്നാലും ഞങ്ങൾ ഇപ്പോഴും ഒപ്പം ഇരിക്കില്ല, താഴെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെ മാഷ് ഞങ്ങളുടെ ഒരു ക്ലാസ് ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുകുലമില്ലെങ്കിലും ഇവിടെ ഒരു മാഷ് അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, മക്കളെ പോലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കഴിയുന്നതിൽ കൂടുതൽ സമയം ഞങ്ങൾ മനോജ് മാഷ് അടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ നിഗമനം. ഞാനും രജനിയൊക്കെ എപ്പോഴും കലോത്സവ വേദികളിൽ എപ്പോഴും ഇടയ്ക്കൊക്കെ ഒപ്പം വന്നിട്ട് പ്രാക്ടീസിനും ഒക്കെ രാഘവനാശാൻ്റെ വീട്ടിലും അത് പട്ടത്തായാലും രമേശൻ്റെ വീട്ടിലായാലും അതുപോലെ രാജേഷിൻ്റെ വീട്ടിലായാലും ഒക്കെ പ്രാക്ടീസിന് വന്നതായിട്ട് ഞാൻ എപ്പോഴും ഓർക്കുന്നു. എപ്പോഴും രമേശനും മാഷും എപ്പോഴും ഓരോ ചർച്ചാ വിഷയങ്ങളിൽ വരുന്നത് ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കാറുണ്ട്. മാഷിൻ്റെ ഇപ്പോൾ മാഷ് സമ്പ്രദായങ്ങളെക്കുറിച്ച്, അതായത് ബാണികളെക്കുറിച്ച് റിസർച്ച് നടത്തി വരുന്നു. ഭരതനാട്യത്തിന് മദ്രാസിലെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് കർണാടകയിലും എന്നാണ് മാഷ് പറയുന്നത്. 6 ഭരതനാട്യം ശൈലി അവിടെ നിലനിന്നിരുന്നു. മൈസൂർ സമ്പ്രദായം, കോലാർ സമ്പ്രദായം, മുക്കൂർ സമ്പ്രദായം, നഞ്ചൻകോട് സമ്പ്രദായം എന്നിങ്ങനെ ഇനിയും കണ്ടുപിടിക്കാത്ത സമ്പ്രദായങ്ങളും ഇനിയും ഉണ്ടെന്നാണ് മാഷിൻ്റെ ഒരു റിസർച്ചിൽ മാഷ് പറയുന്നത്. മാഷ് ഇപ്പോൾ അന്ന് ഞങ്ങളെ തഞ്ചാവൂറും വഴവൂർ പാണിയും ചേർത്താണ് പഠിപ്പിച്ചിരുന്നത്. ചെറിയ ചെറിയ അടവുകളുടെ വ്യത്യാസം അതാണ് അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സമ്പ്രദായങ്ങളെയൊക്കെ മൈസൂർ ബാണി ഞാൻ ഈ ഈ അടുത്ത കാലത്ത് മാഷ് അടുത്ത് പോയപ്പോഴും അവിടുത്തെ ക്ലാസ് കണ്ടിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങളെ അഭ്യസിപ്പിച്ചിരുന്ന ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് കുറച്ചധികം തന്നെ പറയാം. ഞാൻ എന്നിട്ട് മാഷോട് ചോദിച്ചു, അപ്പം മാഷ് പറഞ്ഞു, മോളെ ഇത് ഞാൻ കുറച്ചൊരു സമ്പ്രദായത്തിനെ മാറ്റി ഇപ്പം മാഷ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാണികളെയെല്ലാം കോർത്തിണക്കി ആസ്വാദകരിലേക്ക് ഈ അടവുകളെ എങ്ങനെ പാകപ്പെടുത്തി അത് ഇഷ്ടപ്പെട്ട് കാണാൻ വിധത്തിലാക്കാൻ സാധിക്കുമെന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടവ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ സമ്പ്രദായങ്ങൾ മാഷ് ഇപ്പോൾ ഭരതനാട്യത്തിൽ ചെയ്തു വരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാഷിൻ്റെ ഈ കഴിവുകൾ, മാഷിൻ്റെ കഴിവിന്, അത് ജ്ഞാനത്തിന്, അറിവിന് ഈ
പ്രോത്സാഹനങ്ങൾ കിട്ടിയാൽ പോരാ, അതായത് അംഗീകാരങ്ങൾ കിട്ടിയാൽ പോരാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയും പല അംഗീകാരങ്ങൾ മാഷെ തേടിയെത്താനുണ്ട്. മനോജ് മാഷിൻ്റെ സമയത്ത് തന്നെ മനോജ് മാഷിന് മുമ്പ് കുറച്ച് കാലം ഇവിടെ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഊരകത്ത് നിന്ന് വന്ന് പഠിപ്പിച്ചിരുന്നു. അതിനൊരു അടയാളം എന്ന് പറയാൻ നമ്മുടെ ഇവിടെ അങ്ങനെ കുറച്ച് കാലം തന്നെ ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പ് മാഷ് വരുന്നതിന് ഞാനൊക്കെ ടീച്ചറുടെ അടുത്ത് കുറച്ച് കാലം ഭരതനാട്യം 1 മാസം തന്നെയൊക്കെ ഓർക്കാനുള്ളൂ അഭ്യസിച്ചിട്ടുണ്ട്. പക്ഷെ ടീച്ചറുടെ ഒരു പഠന രീതി എന്താ വെച്ചാൽ കോലെടുത്ത് എറിയുക, അങ്ങനെയൊക്കെ. ഒരു കോല് എൻ്റെ നേരെ വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു ഡാൻസ് ടീച്ചറുടെ അടുത്ത് ഞാൻ പോയി ഇനി നൃത്തം അഭ്യസിക്കില്ല. അങ്ങനെ ഇരിക്കലാണ് മനോജ് മാഷ് രാഘവനാശാൻ്റെ അടുത്ത് വരുന്നത്. മാഷും ഇപ്പം രാമാഷൊക്കെ അറിയുണ്ടാവും. അവിടെ മാഷ്, ഞാനവിടെ നൃത്തം അഭ്യസിക്കുന്ന കാലത്തൊക്കെ മാഷും അവിടെ സത്രത്തിൽ താമസിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കുടുംബം പോലെയാണ് ഈ കല പഠിക്കുന്നതും വളർന്നതും എല്ലാം. അതുപോലെ കഥകളി ആവട്ടെ, കൂടിയാട്ടത്തിലേക്ക് ഞാൻ അധികം അങ്ങനെ വന്നിരുന്നില്ല. ടീച്ചറുടെ അടുത്ത് വന്നപ്പോഴാണ് ഇത് കൂടുതൽ അറിയാനുള്ള ഒരു ത്വര ഉണ്ടായത്. അത് ഉഷ ചേച്ചിയിലൂടെയാണ് എനിക്ക് ആ മുദ്രകളും അതിൻ്റെ അഭിനയ രീതികളും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മനസ്സിലാക്കിയപ്പോഴും എനിക്ക് കൂടുതൽ ആഗ്രഹം കൂടുതൽ ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ടീച്ചറുടെ അടുത്ത് എപ്പോഴും ഈ നങ്ങ്യാർകൂത്തും കൂടിയാട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഞാൻ കാണാൻ വരുമായിരുന്നു. അപ്പോൾ ഉഷേച്ചി ഇങ്ങനെ അടുത്തിരുന്ന് എനിക്ക് ഉഷേച്ചി ആ മുദ്രകളുടെ പ്രയോഗം ചിലതൊക്കെ ഇപ്പോൾ അസുരൻ എന്ന് കാണിക്കുമ്പോൾ കൂടിയാട്ടത്തിന് ഇങ്ങനെയാണ് കാണിക്കുക, ഞങ്ങൾക്ക് മോഹിനിയാട്ടത്തിനും ഇങ്ങനെയൊക്കെയുള്ള മുദ്രകൾ. അപ്പോൾ ആ പ്രയോഗ രീതികൾ അപ്പം ഞാൻ ചോദിക്കും ഇത് എന്തിനെയാണ് കാണിക്കുന്നത്. പിന്നെ ആ കഥാസന്ദർഭം നമുക്ക് അറിയുന്നത് കൊണ്ട് ഇതായിരിക്കില്ലേ മുദ്ര എന്ന് ഞാൻ ചോദിച്ച് കുറേ കാര്യങ്ങൾ ഉഷേച്ചിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മനോജ് മാഷിൻ്റെ പ്രത്യേകതകളായിരുന്നു. മാഷ് അതിനുശേഷം ഒപ്പം തന്നെ 1979 തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്ന് 4 വർഷം ഡിപ്ലോമ ഭരതനാട്യം, തുടർന്ന് 2 വർഷത്തെ പോസ്റ്റ് ഡിപ്ലോമ, പിന്നീട് കല്യാണിക്കുട്ടിയമ്മയുടെ കീഴിൽ മോഹിനിയാട്ടം അഭ്യസിച്ചു. ഗുരു നിർമ്മല ടീച്ചർ 1979 ശ്രീ വേണുജി നിർമ്മല ടീച്ചറെ വിവാഹം കഴിക്കുകയും 80 കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുടയിൽ വരികയും ചെയ്തു. കൂടിയാട്ടത്തിനും നങ്ങ്യാർകൂത്തിനും മോഹിനിയാട്ടത്തിനും വേണ്ടി നടന കൈരളി എന്ന സ്ഥാപനം ആരംഭിച്ചു. പിന്നീട് മോഹിനിയാട്ടത്തിനു മാത്രമായി നടന കൈശികി എന്ന ഒരു സംരംഭവും ടീച്ചർ തുടങ്ങിവെച്ചു. ഊട്ടിയിലെ ലോറൻസ് ലൗഡേൽ പബ്ലിക് സ്കൂളിൽ നൃത്താധ്യാപികയായി 26 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ പോകുന്ന കാലത്ത് ടീച്ചർ ഊട്ടിയിൽ നിന്ന് വരുന്ന വെക്കേഷൻ അളവിലാണ് ഞാൻ ഈ 90 കാലഘട്ടത്തിലൊക്കെ ടീച്ചറുടെ അടുത്ത് പോയിട്ട് മോഹിനിയാട്ടം അഭ്യസിച്ചിരുന്നത്. അപ്പോൾ ഓരോ വെക്കേഷന് വരുമ്പോഴും ടീച്ചർ എന്നെ അറിയിക്കും, ഞാൻ ടീച്ചറുടെ അടുത്ത് പോയി മോഹിനിയാട്ടം പഠിക്കും. അങ്ങനെയായിരുന്നു. പിന്നീട് 2000 ടീച്ചർ ഇവിടെ സജീവമായി, റിട്ടയറിന് ശേഷം 2000 ടീച്ചർ ഇവിടെ സജീവമായി ക്ലാസ്സുകൾ ആരംഭിച്ചു. ദേശീ സമ്പ്രദായം എന്ന രീതിയിൽ ഇനങ്ങൾ ചിട്ടപ്പെടുത്തി. സംഘകാല കൃതികളിൽ ഉള്ളത്ത് നികഴും പൊരുൾകൾക്ക് ഉടമ്പിൻ കണ്ണാൽ വേറുപാട് തിരവിപ്പവൾ, എന്നാൽ നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങളെ അതേ ശരീരത്തിൽ പാടുകൾ അല്ലെങ്കിൽ അടയാളം കാണിച്ചുകൊണ്ട് ചെയ്യുന്നവളാണ് നർത്തകി എന്നാണ്. ഉദാഹരണം, മയിൽ ശരീരമാകെ പീലി വിടർത്തി കണ്ണുകളാക്കുന്നത് പോലെ നർത്തകി ശരീരം മുഴുവൻ കണ്ണുകൾ ആക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നാട്യശാസ്ത്രത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തഥോഹസ്ത തഥോ ദൃഷ്ടി എന്നാണല്ലോ. അത് തന്നെയാണ് ഈ പറയുന്നതിൻ്റെ പൊരുളും എന്നാണ്.
ദേഷ്യം വരുമ്പോൾ കണ്ണു ചുമക്കുന്നതും സങ്കടം വരുമ്പോൾ കണ്ണുനീർ വരുന്നതും ഈ പറഞ്ഞതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ ഒരു തിയറി വെച്ചുകൊണ്ടാണ് 20-ൽ കൂടുതൽ നൃത്ത ഇനങ്ങൾ പുതുതായി ടീച്ചർ ചിട്ട ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തെ മോഹിനിയാട്ടക്കാരികൾ ചെയ്തിരുന്ന നൃത്തത്തിൽ പൊലി, ഏശൽ, ചന്ദനം, കുറത്തി എന്നിങ്ങനെ അമ്മ ദൈവങ്ങളെ ആരാധനയായിട്ടുള്ള നൃത്ത ഇനങ്ങളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. കൂടാതെ പുതിയ പദങ്ങൾ, വർണ്ണങ്ങൾ, മറ്റു പല കൃതികൾ എന്നിവ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പുസ്തകങ്ങൾ മോഹിനിയാട്ടത്തിനു വേണ്ടി ടീച്ചർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഹാൻ ഗസ്റ്റേഴ്സ് ഓഫ് ഹസ്തലക്ഷണ ദീപിക ഇൻ മോഹിനിയാട്ടം, മോഹിനിയാട്ടം ആട്ടപ്രകാരവും മുദ്രകളും ഇംഗ്ലീഷിലും മലയാളത്തിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മോഹിനിയാട്ടം ദി ലാസ്യ ഡാൻസ്, മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യപ്പെരുമ, മോഹിനിയാട്ടം എ സർച്ച് ഓഫ് ഇറ്റ്സ് റൂട്ട്സ്, കേരള കലാമണ്ഡലത്തിനു വേണ്ടി നടനഭാരതി എന്നിങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. നെതർലാൻഡ്, മെക്സിക്കോ, ജപ്പാൻ, ജനീവ എന്നിവിടങ്ങളിൽ മോഹിനിയാട്ട വർക്ക്ഷോപ്പുകളും നൃത്ത പരിപാടികളും ചെയ്തിട്ടുണ്ട്. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ 1000 സംവത്സരങ്ങൾ പൂർത്തീകരിച്ച ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകൾ, കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച അവാർഡായ നൃത്തനാട്യ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് 2018 ലഭിച്ചിട്ടുണ്ട്. ജൂനിയർ സീനിയർ ഫെലോഷിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നവനീതം ഭാരത് കലാഭാസ്കർ നാഷണൽ അവാർഡ് എന്നിങ്ങനെ നങ്ങ്യാർകൂത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട്. തിരുവാതിരക്കളിയിൽ ആദ്യമായി പിന്നലാട്ടം, പിന്നൽ കോലാട്ടം, താലം വെച്ചാട്ടം, കുടം വെച്ചാട്ടം എന്നിങ്ങനെ അന്ന് തിരുവിതാംകൂറിൽ മാത്രം പ്രയോഗത്തിലിരുന്ന ഭാനു ആശാനിൽ നിന്ന് അഭ്യസിച്ച് ഇവിടുത്തെ നൃത്ത വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുകയും അരങ്ങേറ്റം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ബുക്ക് വേണു സാറും കൂടിയും ചേർന്ന് മോഹിനിയാട്ടത്തിലെ മുദ്രകളെ നൊട്ടേഷൻ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മോഹിനിയാട്ടം അല്ലെങ്കിൽ മോഹിനിയാട്ടം നർത്തകർക്കും നൃത്താധ്യാപകർക്കും വളരെയധികം ഉപകാരം ചെയ്തിട്ടുള്ള ഒരു ബുക്കാണത്. അദ്ദേഹം വളരെ സംഭാവനകൾ മോഹിനിയാട്ടത്തിനും ചെയ്തിട്ടുണ്ട്. കൂടിയാട്ടത്തിനും നങ്ങ്യാർകൂത്തിനും മാത്രമല്ല ഈ മോഹിനിയാട്ടത്തിനും ചെയ്തിട്ടുണ്ട്. ടീച്ചർ ഇപ്പോഴും പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇനങ്ങൾ കമ്പോസ് ചെയ്യുകയാണ്. ധാരാളം പദങ്ങളും വർണ്ണങ്ങളും ടീച്ചർ സ്വയം എഴുതി കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും അധ്യാപകർ മൺമറഞ്ഞു പോയവരും ഇപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള നർത്തകരും ജീവിച്ചിരിക്കുന്നു ഉള്ള ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ സംഗമ ഗ്രാമം. ഇനിയും എനിക്ക് അറിയാത്ത ഇതിൻ്റെ ഇടയിൽ കുറേ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ നിഗമനം. അത് മുഴുവനായിട്ടും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ചെറിയ കണ്ടുപിടുത്തത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ധാരാളം നർത്തകർ ഇപ്പോഴും ധാരാളം നർത്തകർ ഇരിങ്ങാലക്കുടയിലുണ്ട്, നമുക്ക് അറിയപ്പെടാത്തവർ. ഇപ്പം പ്രഗത്ഭരായിട്ട് വരുന്ന നർത്തകർ കലാമണ്ഡലം പ്രഷീജ, പിന്നെ മീര നങ്ങ്യാർ, അനുപമ, ശ്രീലക്ഷ്മി ഗോവർദ്ധൻ, ഇവരൊക്കെ നൃത്ത
കലയിൽ പല സംഭാവനകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അവരുടെ കലാ പ്രാഗൽഭ്യം നടത്താൻ സാധിക്കുമെന്ന് ആണ് ഞാനും വിചാരിക്കുന്നത്. ഇതിന് ശേഷം, അതായത് മനോജ് മാഷ്ക്ക് മുമ്പല്ല, മാഷ്ക്ക് ശേഷം വാടാനപ്പള്ളി ജനാർദ്ദനൻ മാഷ് മനോജ് മാഷ് വാടാനപ്പള്ളി ജനാർദ്ദനൻ മാഷ് അടുത്ത് പഠിച്ചിട്ടുണ്ടെന്ന് എപ്പോഴോ ഞങ്ങളോട് പറയുണ്ടായിട്ടുണ്ട്. എന്ത് ബാണിയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ മുമ്പുണ്ടായിരുന്നത് നടവരമ്പത്ത് കലാമണ്ഡലം വിമല ടീച്ചർ, അതായത് മുമ്പുണ്ടായിരുന്ന ഫിലിം ആർട്ടിസ്റ്റ് ബിന്ദുജ മേനോൻ്റെ അമ്മ. അവര് ടീച്ചർ ക്ലാസ് എടുത്തതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഇവിടെ ഇരിങ്ങാലക്കുട നടവരമ്പത്തുകാരിയാണെന്ന് അറിയാം. കൂടാതെ പിന്നെ സുധാചന്ദ്രനും ഇതുപോലെ തന്നെ നർത്തകിയാണെന്നേ ഉള്ളൂ. ഇരിങ്ങാലക്കുടയിൽ വേറെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇരിങ്ങാലക്കുടയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നൃത്ത ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഒരു അടയാളം വെക്കുന്ന രീതിയിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പത്മശ്രീ ഗീതാചന്ദ്രൻ, അവരുടെ ഭർത്താവിൻ്റെ വീട് ഇരിങ്ങാലക്കുടയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. പിന്നെ നടവരമ്പ് കൃഷ്ണ ബെൽ മെറ്റൽ വർക്ക്സ് നടത്തിയിരുന്ന TN വെങ്കിടസ്വാമിയുടെ മകൾ ഉഷ നല്ലൊരു നർത്തകി ആണ്. കുച്ചുപുടി ഒക്കെ നന്നായി ചെയ്യുമായിരുന്നു. ഞാനും ഉഷയും ഒരുമിച്ച് സെൻറ് ജോസഫ്സ് കോളേജിലെ നൃത്ത പരിപാടികൾ ധാരാളം അവതരിപ്പിച്ചിട്ടുണ്ട്. ഉഷയെ പഠിപ്പിച്ചിരുന്നത് ജ്യോതിലക്ഷ്മി എന്ന് പറഞ്ഞ ടീച്ചർ ഇവിടെ പഠിപ്പിച്ചിരുന്നു. അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിലാണ് ടീച്ചർ ഇപ്പോൾ താമസിക്കുന്നത്. കുറേ കാലം ഗൾഫിലായിരുന്നു. ഇപ്പോൾ തിരിച്ച് വീണ്ടും കണ്ടേശ്വരത്ത് ഒരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ മോഹിനിയാട്ട ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജ്യോതി ചേച്ചി കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറുടെ ശിഷ്യയാണ്. പിന്നെ പുരുഷന്മാരും നൃത്ത മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുണ്ട്. മുരയാട് മുരളീധരൻ മാഷ് ഓട്ടംതുള്ളൽ കലാകാരനാണെങ്കിലും ഡാൻസ് സ്കൂൾ, നൃത്ത സ്ഥാപനം SN ഹാൾ, കൊല്ലാട്ടി അമ്പലത്തിൻ്റെ ഹാളിൽ കുറേ കാലം നൃത്ത ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഹാളിലാണ് മാഷ് ക്ലാസ് എടുക്കുന്നതാണ് അറിഞ്ഞത്. പിന്നെ ബിന്ദു ചേച്ചി, സാമൂഹ്യ വകുപ്പ് മന്ത്രി ബിന്ദു ചേച്ചി നല്ലൊരു നർത്തകിയാണ്. അവർ കഥകളിയാണ് കൂടുതലും കൈകാര്യം ചെയ്തിരുന്നെങ്കിലും കഥകളിക്ക് മുമ്പ് പറവൂർ കൈതാരം സുരേന്ദ്രൻ മാഷിൻ്റെ കീഴിൽ കുറച്ച് നാൾ നൃത്തം അഭ്യസിക്കേണ്ടായി. പിന്നെ അത് 4 വയസ്സ് മുതൽ 8ാം ക്ലാസ് വരെ ബിന്ദു ചേച്ചി അവിടെ മാഷിൻ്റെ കീഴിൽ നൃത്തം അഭ്യസിക്കുകയും ധാരാളം പ്രോഗ്രാംസിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിവ്. അതിനുശേഷം ഊരകം സീതാലക്ഷ്മി ടീച്ചറുടെ കീഴിൽ നൃത്തം അഭ്യസിക്കുകയുണ്ടായി. പുതൂര് മോഹൻദാസ്, ജയറാം, ജയശങ്കർ എന്നിവർ ഉദയഭാനു, വിജയഭാനു എന്ന ഗുരുക്കന്മാരുടെ അടുത്ത് കുറച്ചു കാലം നൃത്തവും കഥകളിയും കൂടി അഭ്യസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നറിഞ്ഞു. എനിക്കത് വിശദമായിട്ട് പറയാൻ കിട്ടുന്നില്ല. അവരൊരു നൃത്ത നാടകം അങ്ങനെ എന്തോ ഈ പടിഞ്ഞാറ് നടയിലുള്ള പടിഞ്ഞാറ് ഊട്ടുവര സത്രത്തിൽ കുറച്ചു കാലം അത് പ്രവർത്തിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവ് ലഭിച്ചിരുന്നു. പുതൂർ മോഹൻ ചേട്ടൻ കലയ്ക്ക് വേണ്ടി പല സംഭാവനകൾ നൽകിയിട്ടുള്ള മഹത് വ്യക്തിയാണ്. ധാരാളം കലാനിരൂപകനാണ്. എനിക്ക് എൻ്റെ ഒരു കലാ ഉയർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്
വലിയൊരു പങ്ക് തന്നെയായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാനും ആളിൽ നിന്ന് പരിചയപ്പെടുത്തിയതിൽ കുറേ കാര്യങ്ങൾ കലയെക്കുറിച്ചിട്ട് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ധാരാളം നർത്തകർ ഇരിങ്ങാലക്കുടയിൽ നൃത്ത ക്ലാസ്സുകൾ ചെയ്തു വരുന്നു. എല്ലാവരും തന്നെ നന്നായി നൃത്തം ചെയ്യുന്ന അധ്യാപകരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇനിയും ഈ കലയിൽ ഉയർച്ചകൾ, അത് നൃത്തകലയിൽ ഇനിയും വാഗ്ദാനങ്ങൾ, നല്ല പുതിയ തലമുറ ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ നൃത്തകലയിൽ എന്ന വിഷയം എനിക്ക് തന്നിട്ടുള്ള ഈ വിഷയത്തിൽ ചെറിയ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു ബൃഹത്തായ നൃത്ത സംസ്കാരത്തിൻ്റെ വിവരങ്ങൾ പട്ടികപ്പെടുത്തി ഇവിടെ വന്നു പോയിട്ടുള്ള ഗുരുക്കന്മാരെയും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള തയ്യാറാക്കിയ ലേഖനം ഭാവിയിലേക്കും കൂടുതൽ വെളിച്ചം വീശുന്ന അറിവുകൾ പകരുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പതികാരത്തിൽ സൂചിപ്പിച്ച പോലെ നടവരമ്പിൻ്റെ നാട്യ സംസ്കാരവും വൈണിക സംസ്കാരവും എല്ലാം ഇരിങ്ങാലക്കുടയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഒരു മിത്തോളജിക്കൽ ആശയത്തിൽ നിന്നപ്പുറത്ത് അതിന് ദീർഘകാലത്തെ ഇവിടുത്തെ നൃത്ത കലകളുടെ ഡാറ്റ അല്ലെങ്കിൽ വിവരസാങ്കേതികത്വം നമുക്ക് ഇല്ലാതെ പോയി. എന്തായാലും കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിൻ്റെ നൃത്തകലയുടെ ഒരു വിവരം കളക്റ്റീവായി സമാഹരിച്ചുകൊണ്ട് ഇത്രയും വിവരങ്ങൾ പകർന്നു തന്ന കലാപരമേശ്വരനോട് കഥകളി ക്ലബിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഒപ്പം തന്നെ കാട്ടൂർ രാമേന്ദ്രനെ സാദരം ക്ഷണിക്കുന്നു കലാപരമേശ്വരനെ അനുമോദിക്കുന്നതിനായിട്ട്. സുവർണ്ണ മുദ്രണം നൽകി കലാപരമേശ്വരൻ